നമസ്കാരം. 20-ാം നൂറ്റാണ്ടിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമാണ് ഒന്നാം ലോകമഹായുദ്ധം, അല്ലേ? അപ്പോ എങ്ങനെയാണ് ഒരു ചെറിയ തീപ്പൊരി, ഒരൊറ്റ സംഭവം ലോകം മുഴുവൻ കത്തിപ്പടർന്ന ഒരു വൻ യുദ്ധമായി മാറിയത്? നമുക്കതൊന്ന് വിശദമായി നോക്കാം. അതെ, ഇതാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ പോകുന്ന പ്രധാന ചോദ്യം. വെറുമൊരു കൊലപാതകം അതെങ്ങനെയാണ് ലോകത്തെ മുഴുവൻ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചത്? സാമ്രാജ്യങ്ങൾ തകർന്നു, കോടിക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. എങ്ങനെ? ഇതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പിന്നോട്ടു പോകണം. അപ്പോ ശരിക്കും പറഞ്ഞാൽ യുദ്ധം തുടങ്ങുന്നതിനും എത്രയോ മുൻപേ യൂറോപ്പ് ഒരു വെടിമരുന്ന് ശാല പോലെയായിരുന്നു. എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരവസ്ഥ. കത്തിക്കാൻ ഒരു തീപ്പൊരി മാത്രം മതിയായിരുന്നു. എന്തുകൊണ്ടാണ് യൂറോപ്പ് ഇത്രയും അപകടകരമായ ഒരവസ്ഥയിലെത്തിയത്? അതിന് പ്രധാനമായും 4 കാരണങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമത്തെ കാരണം മിലിറ്ററിസം അഥവാ സൈനികവാദം. ആ സമയത്ത് യൂറോപ്പിലെ വലിയ രാജ്യങ്ങളെല്ലാം ഒരു ആയുധ മത്സരത്തിലായിരുന്നു. ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ എല്ലാവർക്കും ഏറ്റവും വലിയ സൈന്യവും നാവികസേനയും വേണം. ഞാനാണ് ഏറ്റവും വലിയ ശക്തി എന്ന് കാണിക്കാനുള്ള ഒരുതരം മത്സരം. ഇങ്ങനെ ആയുധങ്ങൾ കുന്നുകൂടുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രശ്നം വന്നാൽ അത് തോക്കെടുത്ത് പരിഹരിക്കാമെന്നൊരു ചിന്ത വരും, അല്ലേ? അത് തന്നെ സംഭവിച്ചു. രണ്ടാമത്തെ കാരണം ഈ സഖ്യങ്ങൾ. യൂറോപ്പ് മുഴുവൻ 2 ഗ്രൂപ്പായി തിരിഞ്ഞു നിൽപ്പായിരുന്നു. ഒരു വശത്ത് ട്രിപ്പിൾ അലയൻസ്, മറുവശത്ത് ട്രിപ്പിൾ എൻറ്റെൻറ്റി. ഇതിലെ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ, ഒരു രാജ്യത്തെ ആരെങ്കിലും തൊട്ടാൽ അതിന്റെ കൂട്ടത്തിലുള്ള ബാക്കി രാജ്യങ്ങളും ചാടി വീഴും. ഒരു ഡോമിനോ വീണാൽ ബാക്കിയുള്ളതെല്ലാം ഒന്നിനു പുറകെ ഒന്നായി വീഴുന്നതുപോലെ. അതുകൊണ്ടുതന്നെ ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നം പോലും ഒരു ലോകമഹായുദ്ധമായി മാറാനുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തത് ഇംപീരിയലിസം അഥവാ സാമ്രാജ്യത്വം. യൂറോപ്പിലെ ഈ വൻശക്തികൾക്കെല്ലാം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കോളനികളുണ്ടായിരുന്നു. ആഫ്രിക്കയിലും ഏഷ്യയിലുമൊക്കെ. കൂടുതൽ കോളനികൾ പിടിച്ചടക്കാനും അവിടത്തെ വിഭവങ്ങൾ സ്വന്തമാക്കാനും ഇവർ തമ്മിൽ എപ്പോഴും ഒരു മത്സരമായിരുന്നു. ഈ മത്സരം അവർക്കിടയിലുള്ള ശത്രുതയും സംശയവും കൂട്ടുകയല്ലാതെ കുറച്ചില്ല. അവസാനത്തെ 4ാമത്തെ കാരണം നാഷണലിസം അഥവാ ദേശീയത. ഇതിന് 2 വശങ്ങളുണ്ടായിരുന്നു. ഒന്ന്, എന്റെ രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്നൊരു തരം അഹങ്കാരം. ഇത് ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളെ പരസ്പരം അകറ്റി. രണ്ടാമത്തെ വശം കുറച്ചുകൂടി സങ്കീർണമാണ്. ഓസ്ട്രിയ, ഹംഗറി പോലുള്ള വലിയ സാമ്രാജ്യങ്ങൾക്കുള്ളിൽ ഒരുപാട് ചെറിയ വംശീയ വിഭാഗങ്ങളുണ്ടായിരുന്നു. സെർബുകൾ, ക്രൊയേഷ്യക്കാർ, അങ്ങനെ. അവർക്ക് സ്വന്തമായി ഒരു രാജ്യം വേണമെന്ന ആഗ്രഹം ശക്തമായി. ഈ ആഗ്രഹം ആ സാമ്രാജ്യങ്ങളെ ഉള്ളിൽ നിന്ന് ദുർബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോ ഈ 4 കാരണങ്ങൾ കൊണ്ട് യൂറോപ്പ് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരവസ്ഥയിലായിരുന്നു. സൈനികവാദം, സഖ്യങ്ങൾ, സാമ്രാജ്യത്വം, ദേശീയത. ഇതിനിടയിലേക്കാണ് ആ തീപ്പൊരി വീഴുന്നത്, സറായാവോ എന്ന സ്ഥലത്ത് വെച്ച്. 1914 ജൂൺ 28 ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിന്റെ കിരീടാവകാശി ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് സെറയാവോയിൽ വെച്ച് കൊല്ലപ്പെടുന്നു. ഗാവ്രീലോ പ്രിൻസിപ്പ് എന്ന ഒരു സെർബിയൻ ദേശീയവാദിയാണ് അദ്ദേഹത്തെ വെടിവെച്ചത്. ആ ഒരൊറ്റ വെടിയുണ്ടയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡോമിനോകളെല്ലാം തള്ളിമറിച്ചിട്ടത്. അവിടെ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. ഈ കൊലപാതകത്തിന് ശേഷം കാര്യങ്ങൾ മിന്നൽ വേഗത്തിലാണ് മാറിയത്. ഓസ്ട്രിയ ഹംഗറി പറഞ്ഞു ഇതിന് കാരണം സെർബിയാണ്. അവർ സെർബിയയ്ക്ക് അസാധ്യമായ കുറെ നിബന്ധനകളുള്ള ഒരു അന്ത്യശാസനം കൊടുത്തു. സെർബിയയെ സംരക്ഷിക്കാൻ അവരുടെ വലിയ ചേട്ടനായ റഷ്യ സൈന്യത്തെ ഇറക്കി. റഷ്യ വന്നാൽ തങ്ങൾക്കെതിരെയാണ് എന്ന് പറഞ്ഞ് ജർമ്മനി റഷ്യയോട് യുദ്ധം പ്രഖ്യാപിച്ചു. അതോടൊപ്പം ഫ്രാൻസിനോടും. ജർമ്മനി ഫ്രാൻസിനെ ആക്രമിക്കാൻ നിഷ്പക്ഷ രാജ്യമായ ബെൽജിയത്തിലൂടെ പോയപ്പോൾ ബെൽജിയത്തെ സംരക്ഷിക്കാമെന്ന് കരാറുണ്ടായിരുന്ന ബ്രിട്ടനും യുദ്ധത്തിലേക്ക് വന്നു. നോക്കൂ, ആഴ്ചകൾക്കുള്ളിൽ യൂറോപ്പ് മുഴുവൻ യുദ്ധക്കളമായി. അങ്ങനെ ബാൽക്കൻസിലെ ഒരു മൂലയിൽ തുടങ്ങിയ ഒരു പ്രാദേശിക പ്രശ്നം ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരു മഹായുദ്ധമായി മാറി. അപ്പോൾ ആരൊക്കെയായിരുന്നു ഈ യുദ്ധത്തിൽ നേർക്കുനേർ വന്നത്? നമുക്ക് ആ 2 പ്രധാന ചേരികളെ ഒന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു വശത്ത് സെൻട്രൽ പവേഴ്സ് അഥവാ കേന്ദ്രശക്തികൾ. അതിൽ പ്രധാനികൾ ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഓട്ടോമൻ സാമ്രാജ്യം എന്നിവരായിരുന്നു. മറുവശത്ത് അലൈഡ് പവേഴ്സ് അഥവാ സഖ്യശക്തികൾ. അതിൽ ഫ്രാൻസ്, ബ്രിട്ടൻ, റഷ്യ തുടങ്ങിയവരായിരുന്നു തുടക്കത്തിൽ. പിന്നെ 1915 ഇറ്റലിയും, വളരെ നിർണായകമായി 1917 അമേരിക്കയും ഇവരുടെ കൂടെ ചേർന്നു. അമേരിക്കയുടെ വരവ് ശരിക്കും ഒരു ഗെയിം ചേഞ്ചറായിരുന്നു. യുദ്ധം തുടങ്ങി 3 വർഷത്തോളം അവർ നിഷ്പക്ഷരായി മാറി നിൽക്കുകയായിരുന്നു.
പക്ഷേ 1917 അവർ വന്നതോടുകൂടി കളിയുടെ ഗതി മാറി. കാരണം അവര് വന്നത് വെറുതെ ആയിരുന്നില്ല. ഫ്രഷായിട്ടുള്ള ലക്ഷക്കണക്കിന് സൈനികർ, പിന്നെ അവരുടെ ഭീമമായ സാമ്പത്തിക ശക്തി, ഇതെല്ലാം സഖ്യകക്ഷികൾക്ക് വലിയൊരു മുൻതൂക്കം നൽകി. 4 വർഷം നീണ്ടുനിന്ന ആ യുദ്ധം അവസാനിച്ചപ്പോൾ ലോകം അതുവരെ കണ്ടതുപോലൊരു ലോകമായിരുന്നില്ല. എല്ലാം തകർന്നിരുന്നു. ആ സമാധാനത്തിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ? ഒന്നാലോചിച്ചു നോക്കൂ. ഏകദേശം 2 കോടി ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. പട്ടാളക്കാരെ മാത്രമല്ല, സാധാരണക്കാരും. 2 കോടി. ആ സംഖ്യയുടെ ഭീകരതയൊന്ന് ഓർത്തുനോക്കൂ. ചരിത്രത്തിൽ അതുവരെ അങ്ങനെയൊരു നരഹത്യ നടന്നിട്ടില്ല. മനുഷ്യജീവനുകൾ മാത്രമല്ല നഷ്ടമായത്. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന 4 വമ്പൻ സാമ്രാജ്യങ്ങളാണ് ഈ യുദ്ധത്തോടെ തകർന്നടിഞ്ഞത്. റഷ്യൻ സാമ്രാജ്യം ഇല്ലാതായി, അവിടെ സോവിയറ്റ് യൂണിയൻ വന്നു. ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യം പല രാജ്യങ്ങളായി ചിതറിപ്പോയി. ഓട്ടോമൻ സാമ്രാജ്യം തകർന്നു. ജർമ്മൻ സാമ്രാജ്യവും ഒരു റിപ്പബ്ലിക്കായി മാറി. ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ ഈ ഒരൊറ്റ യുദ്ധം കൊണ്ട് മാറിമറിഞ്ഞു. 1918 നവംബർ 11 യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചു. എല്ലാവരും സമാധാനത്തിനായി കാത്തിരുന്നു. പക്ഷേ യുദ്ധം ജയിച്ചവർ പരാജയപ്പെട്ട ജർമ്മനിയുമായി ഒപ്പുവെച്ച വേഴ്സായ് ഉടമ്പടി ശരിക്കും പറഞ്ഞാൽ സമാധാനത്തിനുള്ളതായിരുന്നില്ല. അത് പുതിയൊരു പ്രശ്നത്തിന്റെ തുടക്കമായിരുന്നു. ഈ ഉടമ്പടി പ്രകാരം യുദ്ധം തുടങ്ങിവെച്ചതിന്റെ മുഴുവൻ കുറ്റവും ജർമ്മനിയുടെ തലയിൽ കെട്ടിവെച്ചു. അവർക്ക് ഭീമമായൊരു തുക നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നു. അവരുടെ കോളനികളെല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം രാജ്യത്തെ പല പ്രധാന സ്ഥലങ്ങളും വിട്ടുകൊടുക്കേണ്ടി വന്നു. പോരാത്തതിന് അവരുടെ സൈന്യത്തിന്റെ വലിപ്പം വളരെ ചെറുതാക്കി. ഇതൊരു സമാധാന ഉടമ്പടിയായിട്ടല്ല, മറിച്ച് ഒരു പ്രതികാരമായിട്ടാണ് ജർമ്മൻകാർക്ക് അനുഭവപ്പെട്ടത്. അത് അവരിൽ വലിയ അമർഷമുണ്ടാക്കി. അന്ന് പലരും ഈ യുദ്ധത്തെ വിളിച്ചിരുന്നത് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനുള്ള യുദ്ധമെന്നാണ്. പക്ഷേ ശരിക്കും അതാണോ സംഭവിച്ചത്? എന്തായിരുന്നു ഈ മഹായുദ്ധം ലോകത്തിന് നൽകിയ പാരമ്പര്യം? വെർസായ് ഉടമ്പടിയുണ്ടാക്കിയ ആ അമർഷവും അപമാനവുമാണ് അഡോൾഫ് ഹിറ്റ്ലർ തന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഉപയോഗിച്ചത്. ജർമ്മനിയെ വീണ്ടും മഹത്വത്തിലേക്ക് നയിക്കും എന്നു പറഞ്ഞ് അദ്ദേഹം ജനങ്ങളെ കയ്യിലെടുത്തു. അപ്പോ ചുരുക്കി പറഞ്ഞാലെന്താ? 1-ാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ച സമാധാന ഉടമ്പടി തന്നെയാണ് 20 വർഷങ്ങൾക്കു ശേഷം അതിലും ഭീകരമായ 2-ാം ലോകമഹായുദ്ധത്തിന് വഴിയൊരുക്കിയത്. അങ്ങനെ പഴയ ലോകക്രമം തകർന്നു. പകരം പുതിയ അസ്ഥിരമായൊരു ലോകം വന്നു. ഇനിയൊരു യുദ്ധമുണ്ടാവാതിരിക്കാൻ ലീഗ് ഓഫ് നേഷൻസ് എന്നൊരു അന്താരാഷ്ട്ര സംഘടനയൊക്കെ ഉണ്ടാക്കി. നല്ല ഉദ്ദേശമായിരുന്നു. പക്ഷെ അതിന് രാജ്യങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ അതൊരു പരാജയമായി മാറി. അപ്പോൾ നമ്മൾ തുടങ്ങിയ ഇടത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഈ മഹായുദ്ധം ഒരു ശാശ്വത സമാധാനം കൊണ്ടുവന്നോ, അതോ അതിലും വലിയൊരു ദുരന്തത്തിനു മുമ്പുള്ള വെറും 20 വർഷത്തെ ഒരു ഇടവേള മാത്രമായിരുന്നു അത്? ഈ ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ആലോചിച്ചു നോക്കൂ.